ഇനി നോക്കൂ സഹോദരന്മാരെ, ഈ പാനീയം കുടിക്കുവാൻ ഭാഗ്യം കിട്ടുന്നവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞല്ലോ. ഈ പാനീയം കുടിച്ചവന് പിന്നെ ദാഹമില്ലെന്ന് പറഞ്ഞല്ലോ. ഈ പാനീയത്തിന്റെ അരികിലേക്ക് വരുന്നത് അതാ സത്യവിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം ലഭിക്കപ്പെടുന്നത്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നി ഫറതുകും അലൽ ഹൗദി. ഓ ജനങ്ങളെ, അതാ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നി ഫറതുകും അലൽ ഹൗദി. ഞാനതാ നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഹൗദിന്റെ സമീപത്ത് പോയി നിൽക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹൗദുൽ കൗസർ, ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന തടാകത്തിന്റെ അടുത്തേക്ക് അതാ ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാം എത്തുന്നതിന്റെ മുമ്പേ ആദ്യമായി എവിടെ പോയി സ്ഥലം പിടിച്ചു നിൽക്കുന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, വമിൻബരി അലാ ഹൗദി, എന്റെ മിമ്പർ എന്റെ ഹൗദിന്റെ സമീപത്തുണ്ടാകും. അന്ന് നമ്മൾ അതിന് വിശദീകരണവും പറഞ്ഞതാണ്. ഒന്നുകിൽ അവിടുന്ന് മദീനത്തെ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ച അതേ മിമ്പർ തന്നെ ഒരു മാറ്റവും കൂടാതെ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നാളെ പരലോകത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്നതാണ് എന്നൊരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഹൗദിന്റെ സമീപത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രത്യേകം ആദരവ് എന്ന നിലക്ക് ഒരു പ്രത്യേകമായ മിമ്പർ അവിടെ തയ്യാറാക്കപ്പെടുന്നതാണ്. എന്തായിരുന്നാലും ആ മിമ്പറിന്റെ സമീപത്ത് എല്ലാവർക്കും കാണാൻ കഴിയാവുന്ന നിലക്ക് നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിൽക്കാനും ഇരിക്കാനുമൊക്കെ ഏറ്റവും പരിപാവനവും പരിശുദ്ധവും മഹത്വപൂർണവുമായ ഒരു മിമ്പർ ഉണ്ടായിരിക്കും എന്നത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ആ മിമ്പറിൽ ഞാൻ അവിടെ അതാ ഹൗദിന്റെ സമീപത്ത് നിങ്ങൾക്ക് മുമ്പേ എത്തിച്ചേരും. അങ്ങനെ മൻമറബി, എന്റെ അരികിലൂടെ ആ ഹൗദിന്റെ സമീപത്തേക്ക് എത്തുന്നവരെല്ലാം ശരിബാദിൽ നിന്ന് കുടിക്കുന്നതാണ്. ഒമൻ ശരിബലം അബദാ, ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ദാഹമില്ല. ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രത്തോളം മഹത്വവും പുണ്യവും അതുപോലെ തന്നെ രുചികരവും അതുപോലെ തന്നെ സുഗന്ധപൂർണവും അതുപോലെ തന്നെ ഭംഗിയാർന്നതും പ്രവിശാലവുമായ ഈ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തുന്ന എല്ലാവർക്കും കുടിക്കാൻ സാധിക്കുന്നില്ല. നബി തങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളോടൊരു മുന്നറിയിപ്പ് പറയുന്നു. അയ്യുഹന്നാസ് ഇന്നി ലക്കും ഫറത്തുൻ അലൽ ഹൗദി ഫഇയ്യായ ലാ യഅതിയന്ന അഹദുക്കും ഫയുദബ്ബു അന്നി കമാ യുദബ്ബുൽ ബഈറു ദ്ദാൽ ഫഅഖൂലു ഫീമാ ഹാദാ ഫയഖാലു ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക ഫഅഖൂലു സുഹഖാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഹൗദിന്റെ സമീപത്ത് പോയി നിൽക്കുന്നതാണ്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകൾ അതാ അങ്ങോട്ടെത്തുന്നതിന്റെ മുമ്പേ അവർക്ക് ദാഹജലം കോരിക്കൊടുത്ത് അവർക്ക് ആനന്ദം പകരാനും ആശ്വാസം പകരാനും വേണ്ടി നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിന്റെ സമീപത്തേക്ക് നേരത്തെ എത്തിച്ചേരുന്നതാണ്. എന്നിട്ട് അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണേ ജനങ്ങളെ, ഫഇയ്യായ ലാ യഅതിയന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും വരാനിടവരരുത്. എന്റെ അടുക്കലേക്ക് നിങ്ങളിൽ ഒരാളും വരാനിടവരരുത്. ഏത് നിലക്ക് വന്നുകൂടാ? ഫയുദബ്ബു അന്നീ, എന്റെ അടുക്കൽ നിന്നവനെ ആട്ടിയോടിക്കപ്പെടും. എന്റെ അടുക്കൽ ഹൗദിന്റെ സമീപത്തേക്ക് വരുന്ന ചിലരേതാ ആട്ടിയോടിക്കപ്പെടും. ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഏതുപോലെ ആട്ടിയോടിക്കപ്പെടുന്നതാണ്? കമാ യുദബ്ബുൽ ബഈറു ദ്ദാൽ, അതാ വഴിതെറ്റിപ്പോയ ഒട്ടകം ആട്ടിയോടിക്കപ്പെടുന്നത് പോലെ, അതാ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒറ്റയാനായി വരുന്ന ഒട്ടകം ആട്ടിയോടിക്കപ്പെടും പോലെ അതാ ആട്ടിയോടിക്കപ്പെടും എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ. ഫഖൂലു, അപ്പോൾ ഞാൻ പറയും, ഫീമാ ഹാദാ, എന്തേ ഇവരെ ആട്ടിയോടിക്കുന്നത്? എന്തേ ഇവരെന്റെ ഉമ്മത്തല്ലേ? ഫയുഖാലു, അപ്പോൾ പറയപ്പെടുന്നതാണ്, എന്നോട് പറയപ്പെടും, ഇന്നക ലാ തദ്രീ, ഓ നബിയേ, നിങ്ങൾക്കറിഞ്ഞുകൂടല്ലോ, നിങ്ങൾക്കറിയില്ല നബിയേ, മാ അഹ്ദസു ബഅദക, താങ്കൾക്ക് ശേഷം ഈ ജനങ്ങൾ എന്തൊക്കെയാണ് പുതിയതുണ്ടാക്കിയതെന്ന്, അതുകൊണ്ട് അവർക്ക് നൽകാൻ പാടില്ല എന്നെന്നോട് പറയപ്പെടുമ്പോൾ
ഫഅഖൂലു സുഹ്ഖാ, ഞാനപ്പോൾ പറയും നിങ്ങൾ പുറകോട്ട് പോ, നിങ്ങൾ എന്റെ മുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആട്ടിയോടിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇതേ സംഗതി ധാരാളം റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാനതാ ഹൗദിന്റെ സമീപത്ത് എന്റെ അരികിലേക്ക് വരുന്നവരെയൊക്കെ കാത്തുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കും. ഇന്നി അലൽ ഹൗദി ഹത്താ അൻദുറ മൻ യരിദു അലയ്യ മിൻകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മത്തെ, നിങ്ങളിൽ നിന്ന് എന്റെ അടുത്തേക്ക് വരുന്നവരെയും കാത്തുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കും. വസയുഖദൂന സുൻദൂരി, ആ സമയത്തതാ എന്റെ അടുത്തേക്ക് കയറി വരുന്ന ചില ആളുകളെ അതാ പിടിക്കപ്പെടുകയാണ്. എന്റെ അടുത്തേക്ക് അവരെ കടത്തിവിടുന്നില്ല, എന്നെ കാണാൻ അവരെ സമ്മതിക്കുന്നില്ല, എന്റെ അടുത്തേക്ക് ആ ജനങ്ങളെ എത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കും, യാ റബ്ബി മിന്നീ വമിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്താണല്ലോ നബിയെ, എന്റെ ഉമ്മത്താണല്ലോ റബ്ബേ, അത് എന്റെ ഉമ്മത്താണല്ലോ, അവരെ ഇങ്ങോട്ട് കടത്തിവിടൂ എന്ന് പറയുമ്പോൾ പറയപ്പെടും എന്നോട്, അമാ ശഅർത, നീ അറിഞ്ഞിട്ടില്ലല്ലോ, താങ്കൾ അറിഞ്ഞിട്ടില്ലല്ലോ നബിയെ, മാ അമിലൂ ബഅദക, താങ്കൾക്ക് ശേഷം ഇവരെന്തൊക്കെ പണികളാണ് ചെയ്തതെന്ന്, എന്തൊക്കെ അമലുകളാണ് ഇവർ പ്രവർത്തിച്ചതെന്ന് താങ്കൾക്കറിയില്ലല്ലോ. വല്ലാഹി മാ ബരിഹൂ ബഅദക യർജിഊന അലാ അഖാബിഹിം, നബിയേ, താങ്കൾക്ക് ശേഷം ഈ ജനങ്ങള് അതാ അവരുടെ മടമ്പിൻകാലിന്മേൽ മടങ്ങിപ്പോയവരാണ് എന്ന് പറഞ്ഞാൽ, താങ്കൾ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് അവരവർക്ക് തോന്നിയതുപോലെ ദീനുണ്ടാക്കിയിട്ട്, അവരവർക്ക് തോന്നിയതുപോലെ വിശ്വാസകാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്, അവരവർക്ക് തോന്നിയതുപോലെ ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതാ ദീനിന്റെ പേരിൽ അതിലില്ലാത്തത് കടത്തിക്കൂട്ടിയ ജനങ്ങളാണിവര്. അതുകൊണ്ട് നബിയേ, അങ്ങയുടെ ഹൗലിൽ നിന്ന് അങ്ങയുടെ കൈകൊണ്ട് ജലപാനം നടത്താൻ ഈ ഭാഗം യോഗ്യരല്ല എന്നങ്ങ് എന്നോട് പറയപ്പെടും. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വിളിച്ചു പറയും, സുഹ്ഖൻ സുഹ്ഖാ, എന്റെ മുമ്പിൽ നിന്ന് കടന്നു പോകൂ, നിങ്ങളെ എനിക്ക് കാണണ്ട, നിങ്ങൾ ബഹുദൂരം അകന്നു പോകൂ. സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ബദ്ദല ബഅദീ, എന്റെ ശേഷം ദീനിൽ മാറ്റിമറിച്ചിട്ടുള്ള കക്ഷികളെ നിങ്ങൾ പിറകോട്ട് മാറിപ്പോകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുമെന്നാണ് അവിടുന്ന് പറയുന്നത്. ഇതിന്റെ ഗൗരവം എന്താണ്? എന്താണ് പ്രിയപ്പെട്ടവരെ ഇവിടെ സംഭവിക്കുന്നത്? ഈ ഹദീസിന് വിശദീകരണം നൽകിയിട്ടുള്ള പണ്ഡിതന്മാര് ഇമാം ഖുർത്തുബി റഹിമഹുല്ലയെ പോലെ, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാര് പറയുന്നു, ആരാണ് ഈ ആട്ടിയോടിക്കപ്പെടുന്നവർ? കുല്ലുമൻ അഹദസ ഫിദ്ദീനി ഫഹുവ മിനൽ മത്റൂദീന അനിൽ ഹൗളി കൽ ഖവാരിജി വറവാഫിളി വസൈരി അസ്ഹാബിൽ അഹ്വാ. അല്ലാഹു പഠിപ്പിച്ച് പൂർത്തിയാക്കിയ ദീനുൽ ഇസ്ലാമിൽ അതിലില്ലാത്തത് കടത്തിക്കൂട്ടിയ എല്ലാ കക്ഷികളും ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി പൂർത്തിയാക്കി തന്നതല്ലേ ദീന്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹു പ്രഖ്യാപിച്ചതാണ് ഖുർആനിലൂടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു പൂർത്തിയാക്കി തന്ന ദീനിൽ അതിലില്ലാത്തത് പുതിയത് ആരൊക്കെ കടത്തിക്കൂട്ടിയോ ആ കക്ഷികൾ മുഴുവനും ഫഹുവ മിനൽ മത്റൂദീൻ, അവര് മുഴുവനും മാട്ടിയോടിക്കപ്പെടുന്നവരാണ്. അനിൽ ഹൗലി, ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിന്ന്. അപ്പോ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവർ ആരാണ്? ദീനിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് കടത്തിക്കൂട്ടിയവരാണ്. എന്നിട്ടതാ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഉള്ള ചില ബിദ്അത്തിന്റെ കക്ഷികളെ പരിചയപ്പെടുത്തുന്നു. അന്നുള്ള കക്ഷികളെ പരിചയപ്പെടുത്തുകയാണ് മഹാനവറുകൾ. ഏതുപോലെ അതാ ദീനിൽ പുതിയത് കടത്തിക്കൂട്ടിയ കക്ഷികൾ ഹൗദിന്റെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ? അവരാരൊക്കെയാണ്? ആരൊക്കെ പോലെയാണ്? കൽ ഖവാരിജി, മുസ്ലിം ലോകത്തതാ ഭിന്നിപ്പിന്റെ വിത്ത് വിതച്ചുകൊണ്ട്
ഒരുപാട് പുതിയ വിശ്വാസങ്ങളും ആചാരങ്ങളും സമുദായത്തിലേക്ക് കൊണ്ടുവന്ന ഖവാരിജ് എന്ന് പറയുന്ന പിഴച്ച കക്ഷികളെ പോലെ, റവാഫിദ് ഷിയാക്കളുടെ ഷീഈ കക്ഷികളുടെ എല്ലാ ആന്തര വിഭാഗങ്ങളും, റാഫിള കക്ഷികളും, വസായിരി അസ്ഹാബിൽ അഹ്വാ എല്ലാ തോന്നിവാസം ദീനിന്റെ പേരിലും പ്രവർത്തിച്ചിട്ടുള്ള കക്ഷികൾ മുഴുവനും, അതുപോലെ തന്നെ വകദാലികൽ ഉലമത്തുൽ മുസ്രിഫൂന ഫിൽ ജൗരി, അതാ ദീനിൽ അതേ മതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടത്തിക്കൂട്ടി എന്നതിന്റെ പുറമെ അക്രമത്തിലും അരാജകത്വത്തിലും തോന്നിവാസത്തിലും അതുപോലെ തന്നെ വൻപാപങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും സത്യത്തിന്റേതായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ സർവകക്ഷികളും ആ ഹൗദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിയാലും അതിന്റെ അടുത്തേക്ക് എത്താൻ സമ്മതിക്കാതെ നബിതങ്ങളുടെ സമീപത്തെത്തുന്നതിന്റെ മുമ്പേ ആ സമൂഹത്തെ അങ്ങ് ആട്ടിയോടിക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.